ഇവിടെ മാധ്യമപ്രവർത്തകൻ ശ്രീ ഒ അബ്ദുള്ള കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ഇതിനിടയിൽ സന്ദർഭികമായി ഓർത്തത്, ഇന്നലെ അവിടെ നിന്നുണ്ടായ വാർത്തകൾ എങ്ങനെ പുറത്തു വന്നു, മുഷാവറ യോഗത്തിലെ സംഭവങ്ങൾ അതിനകത്തെ ഉൾച്ചർച്ചകൾ എങ്ങനെ പുറത്തു വന്നു എന്നത് അന്വേഷിക്കണം എന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ജിജോ പറഞ്ഞതുപോലെ അത് ഏത് മാധ്യമത്തിലാണ് ആദ്യം വന്നത്, ആ മാധ്യമങ്ങളുടെ താല്പര്യം ഇതിനകത്ത് എന്താണ്, അവരുടെ താല്പര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം ഏറ്റവും അധികം സമസ്ത വിമർശിക്കപ്പെടുന്ന സാഹചര്യം, ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വലിയ സഹകരണത്തിൻ്റെ തലം. അപ്പോൾ ഇതെല്ലാം നിൽക്കുന്നിടത്തു കൂടിയാണ് വാർത്ത വന്നത് എന്നാണ് ജിജോ ആദ്യം പറഞ്ഞത്. ആദ്യം എവിടെ വന്നു എന്നത് വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഇത് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നതിൽ വരുന്നൊരു അബദ്ധം യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് തോന്നിപ്പോവുകയാണ്. ഇവിടെ ശ്രീ ഒ അബ്ദുള്ള, ഇത് നമുക്കറിയാം 80കളിലാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ എ പി അബൂബക്കർ മുസ്ലിയാരും ഇ കെ സുന്നി അതുപോലെ തന്നെ എ പി സുന്നി എന്ന തലത്തിലേക്ക് സുന്നികളിലുണ്ടാകുന്ന ഈ വേർതിരിവിൻ്റെ, ഈ ഭിന്നതയുടെ പിളർപ്പിൻ്റെ ഒരു കാലം. ഇപ്പോൾ ആ വേർതിരിവിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണോ എന്ന് സംശയിക്കാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ നിൽക്കുകയാണോ? അതിനാധാരമായി വരുന്നതൊന്ന് ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അതിരുകടന്ന ബന്ധത്തിൻ്റെ ഒരു പ്രശ്നം വിമർശനപരമായി സമസ്ത നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. വഹാബി സ്വാധീനത്തെക്കുറിച്ച് ഈ ചർച്ചയിലടക്കം അത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സമസ്ത നേതൃത്വം ശക്തമായി തന്നെ അവരുടെ വിയോജിപ്പ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചുള്ളൂ. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ നേതൃത്വമാർക്ക്, തീരുമാനമാർക്ക് എന്നൊരു പ്രശ്നം കൂടി ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. സുന്നികൾ അവഗണിക്കപ്പെടുന്നു എന്ന പ്രശ്നം സമസ്തയ്ക്ക് ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഘടകങ്ങൾ ഒരുപാട് വരുന്നതോടുകൂടി ഈ മുമ്പ് പറഞ്ഞതുപോലുള്ള വേർപിരിയലിൻ്റെ അല്ലെങ്കിൽ പിളർപ്പിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന അവസ്ഥ ഇക്കാര്യത്തിലുണ്ടോ ശ്രീ അബ്ദുള്ള? അല്ല, നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു പിളർപ്പിനുള്ള സാധ്യത, വിദൂരമായൊരു സാധ്യത സംഭവത്തിലുണ്ട് എന്നതാണ് വസ്തുത. കാരണം എക്കാലത്തും രണ്ട് ചിന്താധാരകൾ മുസ്ലിം ലീഗിനെ നയിച്ചിട്ടുണ്ട്. പക്ഷെ അക്കാലത്ത് വളരെ ഉന്നതരായ മഹാന്മാരായ നേതാക്കന്മാർ, ഉദാഹരണമായി ബാഫഖ് തങ്ങൾ ഒരു ഭാഗത്ത്, അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ മറുഭാഗത്ത് സീതി സാഹിബ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിനും വളരെ കഴിവുള്ള പ്രഗത്ഭനായ വ്യക്തിയാണ്. അദ്ദേഹം അതോടൊപ്പം പുരോഗമനാശയക്കാരനായ ഒരു മുജാഹിദ, വഹാബി എന്നിവർ പറയുന്നത് അത്രയും ശക്തി. അതുപോലെ തന്നെ എം കെ ഹാജി, തിരുവങ്ങാടി, എത്തിങ്ങാന മുതലായ സ്ഥാപനങ്ങളുടെ, ആ പ്രസ്ഥാനങ്ങളുടെ മുഴുവനും നേതൃത്വം, അതിന്റെ ആവിഷ്കാരം എല്ലാം തന്നെ എം കെ ഹാജിയാണ് മുസ്ലിം ലീഗിന്റെ ആജീവനാന്ത ട്രഷററായിരുന്നു. അദ്ദേഹം കടുത്ത പുരോഗമനവാദി മുജാഹിദുമാണ്. അവരൊന്ന് തള്ളിപ്പറയാനുള്ളതായ കഴിവ് മറുഭാഗത്തുണ്ടായിരുന്നില്ല. ഇപ്പൊ ആ തരത്തിലുള്ള നേതാക്കന്മാർ മുസ്ലിം ലീഗിനകത്ത് ഇതിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 2-3 ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് എം കെ ഹാജി, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഭാഗത്ത് സീതി സാഹിബ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സാഹിബ് കേരളത്തിലെ സ്പീക്കറൊക്കെ ആയിരുന്ന ആളാണല്ലോ. അപ്പൊ ഈ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായി വന്നതായ ആൾക്കാർ, അവര് ഈ പറയുന്ന രീതികൾ അത്രമാത്രം പ്രഗത്ഭരായ ആൾക്കാരല്ല. CH മുഹമ്മദ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവർക്ക് ഒരു മതപരമായ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു നേതാവായിക്കൊണ്ട് നിന്നിട്ടില്ല. അദ്ദേഹം പിടികൊടുക്കാതെ, അതോടൊപ്പം പുരോഗമന ആശയക്കാരനായിരുന്നു. മറുത്ത് പി സീതിയാജി ഉണ്ടായിരുന്നു, ആ വലിയ കടുത്ത മുജാഹിദായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിനെ വിമർശിക്കാൻ ധൈര്യമുള്ളവരൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊക്കെയുള്ള നേതൃത്വത്തിന്റെ ഉള്ള വ്യക്തിത്വങ്ങളുടെ വലിയ കഴിവുള്ള ആൾക്കാരുടെ സാന്നിധ്യമായിരുന്നു അക്കാലത്ത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രീതി. ഇപ്പൊ അതല്ല. ഇപ്പൊ എല്ലാ ചില്ലും പരടും എല്ലാ നേതാക്കന്മാരായിക്കൊണ്ട് ഇങ്ങനെ ഈ പുളിയുറുമ്പ് എന്ന് പറഞ്ഞൊരു ഉറുമ്പുണ്ടല്ലോ, ഈ ഉടലിങ്ങനെ വീർപ്പിച്ചുകൊണ്ട്, അങ്ങനത്തെ കുറച്ചെന്നാ അതിനകത്തുള്ളത്. അവര് വെറുതെ, അതായത് സംഭവം നേരെ പറയുകയാണെങ്കിൽ അധികാരത്തിൽ നിന്ന് വളരെ അകലെ നീണ്ട കാലം നിൽക്കാൻ ഇവർക്ക് കഴിയൂല. ഇടതുപക്ഷ സർക്കാർ 2 വട്ടം വന്നു, ഇനി ഒരു പക്ഷേ 3ാമത് വട്ടം വരാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. ഇങ്ങനെ അത് സംഭവിക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാവിധ സൗജന്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചൊരു വിഭാഗത്തിന് ശ്രീ അബ്ദുള്ള, അങ്ങനെ പറയുമ്പോൾ തന്നെ അവര് മുസ്ലിം ലീഗിൽ സംശയിക്കുന്ന അവരുടേതായ പ്രശ്നങ്ങളില്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ടതല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ സ്വാധീനം ലീഗ് നേതൃത്വത്തിനുണ്ടാകുന്നു? ഞാൻ അതിനകത്ത് വളരെ വിയോജിപ്പുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് അപ്പറയുന്ന സ്വാധീനമൊന്നും അതിനകത്തില്ല. അപ്പൊ അതിന് അനർഹമായ, ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് കഴിഞ്ഞാൽ 4 നൂറ്റാണ്ടായി അകന്നു നിൽക്കുന്ന ആളാണ്. അവർക്ക് ഇവരെ മതപരമായോ മറ്റു നിലക്കോ സ്വാധീനിക്കാനുള്ള കഴിവില്ല.
ഇവരുടെ ഭാഗത്ത് ഇസ്ലാമികമായ എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ അത് ഇസ്ലാമികമല്ല, അത് ചൂണ്ടിക്കാണിക്കാനുള്ളതായ ഒരു ഉദാഹരണമായിട്ട് ഹിജാബ്, മുഖമറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കണ്ട. അപ്പൊ വിദ്യാർത്ഥികൾ ഒന്നായിട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് മുഖം മറക്കണമെന്ന് പറയുമ്പോൾ മുഖം മറക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിലുള്ള ചില ഇടപെടലുകളല്ലാതെ ഇവരെ നിയന്ത്രിക്കാനോ സ്വാധീനിക്കാനോ ഒരു കഴിവ് ഇപ്പോഴത്തെ മുസ്ലിം ജമാഅത്ത് ഇസ്ലാമി നേതൃത്വത്തിനില്ല. റൈറ്റ്. പക്ഷേ നമുക്കതിലേക്ക് വരാം. പക്ഷേ അപ്പോഴിപ്പോൾ നേരത്തെ ജിജോ സംസാരിച്ചപ്പോഴായാലും ശ്രീ രണ്ടത്താണി സംസാരിച്ചപ്പോഴാണെങ്കിലുമൊക്കെ ആ നിലയിലുള്ള സ്വാധീനത്തിൻ്റെ വളരെ സ്പഷ്ടമായ അനുഭവങ്ങൾ പലതും അവർ സൂചിപ്പിച്ച ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ പാണക്കാട് തങ്ങളും സാദിഖ് അലി തങ്ങളും ഒരു പ്രധാന കേന്ദ്ര കഥാപാത്രമായി ഈ ഭിന്നതയ്ക്കിടയിൽ മാറുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മുമ്പ് പറഞ്ഞ പോലെ മതപരമായ കാര്യങ്ങളിൽ ആരാണ് നേതൃപരമായ തീരുമാനമെടുക്കേണ്ടത് എന്ന ഒരു തർക്കത്തിലേക്കോ ചോദ്യത്തിലേക്കോ കാര്യങ്ങൾ എത്തിച്ചതിൽ പാണക്കാട് തങ്ങൾക്കും ഒരു റോളുണ്ടോ? അതായത് ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ ഒരാൾക്ക് റോളില്ല എന്ന് പറയുന്നതിന് പകരം ഒരു ആശയധാര, അതായത് ഇസ്ലാമികമായ ഒരു ലൈനിൽ നിന്ന് എപ്പോൾ വ്യതിചരിക്കുന്നു അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അത് ചൂണ്ടിക്കാണിക്കും. ജമാഅത്തെ ഇസ്ലാമിന്റെ പത്രങ്ങൾ, അവരുടെ ചാനലുകൾ, അവരത് ചർച്ച ചെയ്യും. അവർക്ക് അതിനെ ചർച്ച ചെയ്യാനായിട്ട് ഒരു കോളം തന്നെ ഉണ്ട് ദിവസേന. അപ്പോ ആ ആശയപരമായ ഇസ്ലാമിൽ നിന്ന് അല്പമെങ്കിലും ഒരു വിട്ടുവീഴ്ചയോടുള്ള സമീപനം വരികയാണെങ്കിൽ അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവിടെ പിടികൂടും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിനെ ഭയന്നുകൊണ്ടേ അവർക്ക് പോകാൻ കഴിയുള്ളൂ. ഞാൻ അന്ന് ജമാഅത്തിലുണ്ടായിരുന്ന കാലത്ത് മുസ്ലിം ലീഗിന്റെ കൗൺസിൽ യോഗത്തിൽ അന്ന് സുലൈമാൻ സേട്ട് സാഹിബ് പറഞ്ഞൊരു വാചകം എന്നോട് ലീഗിലുള്ളവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നമുക്ക് തീരുമാനമെടുക്കാം, പക്ഷെ നാളെ ഓർത്തുള്ള ലേഖനം എഴുതി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവർ ചോദിച്ചതാ. കാരണം ഇസ്ലാമിക പക്ഷത്ത് സംസാരിക്കും. ആ ഒരു പേടി അവർക്ക് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിനെ ആ പേടിയിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഒരു പിടിമുറുക്കൽ ഉണ്ടോ? ആ പേടി ലീഗിന് ഉണ്ട് എന്ന് നന്നായി ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയാമെങ്കിൽ ആ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വളരെ ശക്തമായി ലീഗിൽ പിടിമുറുക്കാമല്ലോ. ആശയപരമായ പിടിമുറുക്കൽ എക്കാലത്തുണ്ടാവും ജമാഅത്തെ ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന്. ഒരു നിമിഷം, ഞാൻ താങ്കളിലേക്ക് വരാം.